നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു നല്ലൊരു ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് മടിയന്മാരായ കുട്ടികളെ എങ്ങനെ മടിയൊക്കെ മാറ്റി പെട്ടെന്ന് എഴുതിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നിരുന്നത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണണം കേട്ടോ. തൊട്ട് പ്രീവിയസ് ആണ്. അപ്പം ഞാൻ ഐ കാർഡിൽ കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താന്ന് പറഞ്ഞാല് പുതിയതായിട്ട് കുഞ്ഞുങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം 3 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളിലൊന്നും പോകാത്ത സാഹചര്യത്തിൽ നമുക്ക് സ്കൂളിൽ പോയി പഠിച്ചോളും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണെങ്കിലും വീട്ടിൽ നിന്ന് തന്നെയുള്ള ഒരു ട്രെയിനിങ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പം എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എനിക്ക് മോനാണുള്ളത്. മോന് 4 വയസ്സായിട്ടില്ല, 4 വയസ്സ് ഉടനെ തന്നെ ആവും. അവനിപ്പം KG 1 പഠിക്കുന്നത്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും 3 ടിപ്സുകൾ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ 3 ടിപ്സായിട്ട് ഞാനൊന്ന് തരംതിരിച്ചിട്ടുണ്ട് അതിനെ. അപ്പോൾ ആ 3 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈസി ആയിട്ട് അവർക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് അണ്ടർസ്റ്റാൻഡബിൾ ആവാനും അതുപോലെ തന്നെ അവരുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അവരുടെ സംസാര രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷ് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ സംസാരിക്കാനായിട്ട് സ്റ്റാർട്ടാവും. അപ്പം നമ്മൾ തന്നെ ശരിക്കും വണ്ടറായി പോവും. കുട്ടി എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോളിങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് നമുക്ക് തന്നെ ഒരു ഇത് തോന്നും. അപ്പം എൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും മലയാളം തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് വേർഡ്സ് ഞാനങ്ങനെ സംസാരിക്കാറേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച സ്കൂളിൽ പോകുമ്പോൾ എന്തായാലും പഠിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് മഹാരാഷ്ട്രയാണ്. അപ്പം മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ മലയാളമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്തായാലും സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് മനസ്സിലായി. എങ്കിൽ പോലും ഞാനങ്ങനെ ഫോഴ്സ് ചെയ്യിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചെറിയ കുട്ടിയല്ലേ. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മലയാളത്തിൽ തന്നെയാണ് വീട്ടിൽ സംസാരിക്കുന്നത്. പെട്ടെന്നൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് കേൾക്കുമ്പോഴത്തേക്ക് അതൊരു ഡിഫറെൻ്റ് ആയിട്ട് അവർ ഇതുവരെ പരിചയമില്ലാത്ത ഒരു സംഗതിയായിട്ട് അവർക്ക് ഒരിക്കലും ഫീൽ ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കുറച്ച് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ എടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മളങ്ങ് ഇപ്പം മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ പെട്ടെന്ന് ഒരു ദിവസം കുഞ്ഞങ്ങ് എഴുന്നേറ്റ് വരുമ്പോൾ തൊട്ട് നമ്മളങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പം ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ലാംഗ്വേജ് ആണെന്ന് പോലും അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് വേർഡ്സുകൾ സംസാരിച്ചു വരണം. അപ്പം അതിനകത്ത് ഫസ്റ്റ് ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മെയിൻ തിങ് ആണ് ആക്ഷൻ വേർഡ്സ്. അപ്പം ആക്ഷൻ വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതിന് എക്സാമ്പിളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഇപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാവിലെ അവർ എഴുന്നേക്കാൻ നിർത്താൻ. നമ്മൾ എന്തായാലും എഴുന്നേക്കെന്ന് പറഞ്ഞ് എഴുന്നേപ്പിച്ചിട്ടായിരിക്കും ഒട്ടുമിക്ക എല്ലാ കുഞ്ഞുങ്ങളും എഴുന്നേക്കുന്നത്. അപ്പോൾ എഴുന്നേക്കുന്നതിന് പകരം നമ്മൾ ഒന്നെങ്കിൽ ഗെറ്റപ്പ് ഉപയോഗിക്കാം അല്ലെങ്കിൽ വേക്കപ്പ് ഉപയോഗിക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇപ്പം ഗെറ്റപ്പ് എന്നുള്ളതും വേക്കപ്പ് എന്നുള്ളതും ഒരേ മീനിങ് ആണ്. ഒരേ മീനിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇന്ന് ഞാൻ ഗെറ്റപ്പ് മോനെ എന്ന് പറഞ്ഞെങ്കിൽ നാളെ ഞാൻ വേക്കപ്പ് മോനെ എന്ന് ഒരിക്കലും പറയരുത്. അതൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മളൊരു കാര്യം ഒരേ അർത്ഥമാണെങ്കിൽ പോലും അവൻ വീണ്ടും അത് ഒന്നുകൂടെ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനത് പറഞ്ഞിട്ട് നാളെ ഉടനെ വേക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തൂടില്ല എന്താ പറയുന്നത്. അപ്പം അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്യുക. അപ്പം ഗെറ്റപ്പാണ് പറയണമെങ്കിൽ ഗെറ്റപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 10 days എങ്കിലും നമ്മളത് പറഞ്ഞാലായിരിക്കും അവർക്കത് മനസ്സിലാവുക. എഴുന്നേക്കാനുള്ളതിനാണ് ഈ ഗെറ്റപ്പ് എന്ന് പറയുന്നതെന്ന് അവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. പിന്നീട് പതുക്കെ നമുക്ക് അതിന് വേക്കപ്പ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അത് എന്താണോ അതിന് ഇതായിട്ട് വരുന്നത്, ഒരേ മീനിങ് വരുന്നത്, അതുപോലെയുള്ള മറ്റുള്ള വേർഡ്സുകൾ നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം ബ്രഷ് ചെയ്യുന്ന സമയം ബ്രഷ് യുവർ ടീത്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പം വിത്ത് ആക്ഷൻ ആയിട്ട് നമ്മൾ കാണിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും. വെറുതെ നമ്മൾ ആ കുഞ്ഞിനെ അടുത്ത് വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും.
പിന്നെ ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. അപ്പം ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പം നമുക്ക് ഇന്ന് ഇഡ്ഡലിയാണ്, അല്ലെങ്കിൽ സാമ്പാറാണ്, അല്ലെങ്കിൽ ദോശയാണ്, അപ്പമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പം 2 ഇഡ്ഡലി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗ മെനി ഇഡ്ഡലീസ് യു വാണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ ചുമ്മാ അങ്ങനെ നമ്മൾ അവർക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ചുമ്മാ നമുക്ക് അങ്ങനെ ചോദിക്കാം. അപ്പം അവർ ആൻസർ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് പറയാം 2 ഇഡ്ഡലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്നൊരു എന്താ പറയുക, പെട്ടെന്നൊരു ഐഡിയ കിട്ടും. എത്ര ഇഡ്ഡലീസിന്റെ കാര്യമാണ് അമ്മ ചോദിച്ചത് എന്നൊരു ഐഡിയ അവർക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം മെയിനായിട്ടുള്ള കാര്യം ആക്ഷൻ വേർഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ, കാർട്ടൂൺ കാണുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ അധികവും. ഞാൻ കാർട്ടൂൺ തന്നെ എപ്പോഴും കാണണം എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. പക്ഷേ ഇപ്പം എൻ്റെ മോനൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിൽ ജീവിക്കുന്നതാണ്. അപ്പം എത്ര നേരം അവർ ടോയ്സ് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കാർട്ടൂൺ കാണാറുണ്ട്. അപ്പോൾ കാർട്ടൂൺ ടി വിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ കാർട്ടൂൺ എപ്പോഴാണോ അവർ കാണുന്നത് അതിനൊരു സമയം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പം ആ സമയത്ത് നിങ്ങൾ കൂടുതലും ഇംഗ്ലീഷ് കാർട്ടൂൺസ് വെച്ച് കൊടുക്കുക. ഇപ്പം എൻ്റെ മോൻ കൊച്ചു ടി വി കാണാറുണ്ട്. കൊച്ചു ടി വിയിൽ ഡോറ അവന് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. പക്ഷെ എങ്കിലും വേറെയും ഇംഗ്ലീഷ് കാർട്ടൂൺസ് ഒരുപാട് അവൻ കാണാറുണ്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്നും എനിക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പോലും ഞാൻ ഒരു ദിവസം എൻ്റെ മോന് ഒരു ദിവസം ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയ സമയത്ത് അവന് കുറച്ച് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓൾറെഡി കോൺസ്റ്റിപ്പേഷൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട് അവന്. അപ്പോൾ ആ സമയത്ത് അവന് ഭയങ്കരമായിട്ട് പെയിൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പക്ഷെ പറയുന്നുണ്ട്, ട്രൈ മോനെ, ട്രൈ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ആ ട്രൈ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പല സിറ്റുവേഷൻസിലും. അപ്പം ട്രൈ മോനെ, ട്രൈ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോൻ പറയുക, നോ മമ്മി, ഐ എം സോ സ്കേഡ് എന്ന് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. കാര്യം ആ സ്കേഡ് എന്നുള്ളൊരു വാക്ക് ഞങ്ങൾ വീട്ടിൽ പോലും ഉപയോഗിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് അവന് കാർട്ടൂണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം കാർട്ടൂണിൽ നിന്ന് ഒരുപാട് അങ്ങനെയുള്ള ഗുണങ്ങൾ ഉള്ളതായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് എന്നുള്ള വാക്കൊക്കെ കാർട്ടൂണിൽ നിന്നാണ് അവന് കിട്ടിയത്. അല്ലാണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം അവനത് പറഞ്ഞതിന് ശേഷം ഞാൻ പല സമയത്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ മെമ്മറിയിൽ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ പുതിയതായിട്ട് അങ്ങനെയുള്ള വാക്കുകൾ എപ്പോഴെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വീണ്ടും തുടരെ ഉപയോഗിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് അവരുടെ മനസ്സിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അതാണ് കാർട്ടൂൺ കാണിക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ളത് കാണിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് പറയുമ്പോഴാണെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിലും വിത്ത് ആക്ഷൻ കാണിക്കുക. വിത്ത് ആക്ഷനിലൂടെ, അതായത് നമ്മൾ എപ്പോഴാണോ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ സമയത്ത് ഇത് പറയാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അത് അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആവത്തുള്ളൂ. അല്ലാണ്ട് വെറുതെ നിൽക്കുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലാതെ ചുമ്മാ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. ഫോർ എക്സാമ്പിൾ, കുളിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പോർ ദ വാട്ടർ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം അതേപോലെ എന്തൊക്കെയാണോ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ആ സമയത്ത്. പിന്നെ മിക്ക കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടോയ് ആണ് ബിൽഡിംഗ് സെറ്റ്. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഹൗസ് ഉണ്ടാക്കാം, ഫ്ലാറ്റ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. ഓരോന്ന് വെക്കുന്നതൊക്കെ നമുക്ക് ഓരോരോ വേർഡ്സുകളായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അതൊക്കെ അവരുടെ മനസ്സിൽ തങ്ങിയിരിക്കും. അപ്പം എപ്പോഴാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത്, പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം തുടരെ പറയുക. ഒരു 1 വീക്കെങ്കിലും അല്ലെങ്കിൽ 2 വീക്സെങ്കിലും കണ്ടിന്യൂസ് സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുക. പ്ലസ് ഏതാണോ ആക്ടിവിറ്റി ചെയ്യുന്നത് ആ സമയത്ത് അത് പറയാൻ ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 3 ടിപ്സുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. എനിക്കത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്രയും കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.